ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവത കഥാമൃതം നിത്യപാരായണം 19-ാം ദിവസം. ദാഹം ശമിച്ചപ്പോൾ രാജാവിന് സംഭവിച്ചതെല്ലാം ഓർമ്മ വന്നു. കോപം തണുത്തു. കുറ്റബോധവും പാപബോധവും ഉണ്ടായി. മഹാനായൊരു മുനിയോട് കാണിച്ച അപരാധത്തെപ്പറ്റി അത്യന്തം വ്യസനം തോന്നി. മുനിയെ അപമാനിച്ചതിൻ്റെ പരിണിതഫലമായി തനിക്ക് വലിയൊരാപത്ത് വന്നു ചേരുമെന്ന് പരീക്ഷത്തിനറിയാമായിരുന്നു. താമസിയാതെ മുനികുമാരൻ്റെ ശാപം രാജാവ് അറിഞ്ഞു. അദ്ദേഹം അത് പ്രതീക്ഷിച്ച് തയ്യാറായിരുന്നതാനും മറ്റു ദുഷ്കൃത്യങ്ങളിൽ നിന്നും തന്നെ തടയുവാനതിനു കഴിയുമല്ലോ എന്നോർത്ത് അദ്ദേഹം ആ ശാപത്തെ സ്വാഗതം ചെയ്തു. തന്നിലുള്ള ആസക്തി രാജാവ് തീരെ ഉപേക്ഷിച്ചു. 7 ദിനം മുൻപേ മരണദിവസം അറിയാൻ കഴിഞ്ഞതിലും രാജാവ് സന്തുഷ്ടനായി. പുത്രനായ ജനമേജയനെ രാജ്യഭാരമേൽപ്പിച്ച് മരണം വരെ നിരാഹാരവ്രതം അനുഷ്ഠിക്കാനായി രാജാവ് ഗംഗാതീരത്ത് വന്നു. അദ്ദേഹം അവിടെ വന്നത് കണ്ട് ചുറ്റുപാട് നിന്നും മുനിമാരും ദിവ്യന്മാരും എത്തിച്ചേർന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്ത് തൻ്റെ തീരുമാനത്തെപ്പറ്റി രാജാവ് അവരെ അറിയിച്ചു. അവരുടെ അനുഗ്രഹം തേടിക്കൊണ്ട് രാജാവ് പറഞ്ഞു, എന്നെപ്പോലെ പാപിയായ രാജാവിന് ഒരു മുനികുമാരൻ്റെ ശാപം ഒരു അനുഗ്രഹം തന്നെയാണ്. അല്ലയോ ദിവ്യ സുഹൃതികളെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്രമാത്രം! ഓരോ ജന്മമെടുക്കുമ്പോഴും എനിക്ക് പരമാത്മാവായ ശ്രീകൃഷ്ണനിൽ ദൃഢഭക്തി ഉണ്ടാവണം. അവിടുത്തെ ഭക്തന്മാരായ സത്പുരുഷന്മാരുമായുള്ള സഹവാസം ഉണ്ടാവണം. എല്ലാവരുമായി സൗഹൃദമുണ്ടാകാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. മുനിമാർ രാജാവിൻ്റെ തീരുമാനത്തെ അനുകൂലിച്ചു. അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാനും അവർ തീരുമാനിച്ചു. ആ സമയം ശുഗമുനി അവിടെ വന്നെത്തി. 16 വയസ്സായ ബാലനെപ്പോലെ തോന്നിച്ച അദ്ദേഹം പൂർണ്ണ നഗ്നനായിരുന്നു. ആകർഷകമായ സുദൃഢഗാത്രം, എല്ലാറ്റിലും പരിപൂർണതയുള്ള ആകാരം. ദേഹത്തിൽ കുലത്തിനെയോ ഗാത്രത്തിനെയോ തിരിച്ചറിയാൻ അടയാളങ്ങളൊന്നുമില്ലായിരുന്നു. പുറമേയൊരു ഭ്രാന്തന്റെ ഭാവമുണ്ടെങ്കിലും മുനിമാർ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. ശുഗമുനിയെ വന്ദിച്ചു സ്വീകരിച്ച രാജാവ് അനുഗ്രഹീതനും സന്തുഷ്ടനുമായി വർത്തിച്ചു. ആ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിൽ തീർച്ചയായും സന്തുഷ്ടനാണ്. അതാണല്ലോ മരണം കാത്തുകിടക്കുന്ന എനിക്ക് അവിടത്തെ പോലെയുള്ള ദിവ്യപുരുഷന്മാരെ കാണാൻ അവസരം ലഭിച്ചത്. താങ്കളുടെ സാന്നിധ്യം കൊണ്ടുതന്നെ ഞങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാകുന്നു. ഭഗവാനെ, മരണമെടുത്തിരിക്കുന്ന ഒരുവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർ പൊതുവെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്? എന്താണ് കേൾക്കേണ്ടത്? എന്താണ് പാടേണ്ടത്, ചെയ്യേണ്ടത്, ഓർക്കേണ്ടത്? എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും എന്നെല്ലാം ദയവായി പറഞ്ഞു തന്നാലും. ശ്രീമദ്ഭാഗവത കഥാമൃതം നിത്യപാരായണം 19-ാം ദിവസം സമാപ്തം. ഇതോടുകൂടി ഭാഗവതം 1-ാം സ്കന്ധം ഇവിടെ സമാപിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.